ഏതോ ഒരു ഗ്രാമത്തിൽ ആകാശും വികാസും എന്ന പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആകാശ് ഒരു പാവപ്പെട്ടവനും വികാസ് പണക്കാരനുമായിരുന്നു. ഇന്നലെ അച്ഛൻ ഒരു സയൻസ് എക്സിബിഷനിൽ പോയി, എന്നിട്ട് ഈ ഭൂതക്കണ്ണാടി മേടിച്ചു. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആ പണം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? എന്നാൽ വാ, ഞാൻ ഇന്നലെ നിനക്ക് മോരുവെള്ളം മേടിച്ചു തന്നില്ലേ, ഇന്ന് നീ സമോസ മേടിച്ചതാ. എന്നാ വാ, നമുക്ക് മാർക്കറ്റിൽ പോകാം. ആകാശും വികാസും മാർക്കറ്റിലേക്ക് പോയി. അവര് നോക്കിയപ്പം കടയില് ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. രണ്ട് സുഹൃത്തുക്കളും കടയുടെ അടുത്തേക്ക് പോയി. ചേട്ടാ, കടയിൽ എന്താ ഇത്രയും ആൾക്കൂട്ടം? സമൂസയുടെ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല രുചിയുള്ള സമൂസയാണ്. ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം തോന്നും. താ പണം താ, ഞാൻ രണ്ട് സമൂസ മേടിക്കട്ടെ. എനിക്ക് വേണ്ട, നീ മേടിച്ചോ. എനിക്ക് വയറ്റിൽ നല്ല സുഖം തോന്നുന്നില്ല. ആകാശ് അവന് വേണ്ടി അവിടുന്ന് ഒരു സമോസ മേടിക്കുമ്പോ അപ്പോഴാണ് വികാസിന്റെ ശ്രദ്ധ സമോസ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നത്. വികാസ് സമോസ വിൽക്കുന്ന ആളെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരു സമോസ കിട്ടിയത്. കൊള്ളാം, ഇത്രയും രുചിയുള്ള സമോസ ഞാൻ മുമ്പേ കഴിച്ചിട്ടേ ഇല്ല. നീ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു പ്രാവശ്യം കഴിച്ചാ എപ്പോഴും ചോദിക്കും. ഈ കടയുടെ പേരൊന്ന് നോക്കട്ടെ, നാളെ പിന്നെ വരാമല്ലോ. ആകാശ് കടയുടെ പേര് നോക്കി. കടയുടെ പേരായിരുന്നു അത്ഭുതമുള്ള സമോസ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? എല്ലാവരും ആ സമോസയെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അവര് പറയുന്നത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ആ അത്ഭുതമുള്ള സമോസയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. ആ സമോസ വിൽക്കുന്ന ആളെ കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നു. നീ ആ ഡിറ്റക്റ്റീവ് നോവൽ പഠിച്ച് നിനക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ. വാ, വീട്ടിലേക്ക് പോവാം. നല്ല ഇരുട്ടായി, മഴ പെയ്യുമെന്നാ തോന്നുന്നേ. ആകാശും വികാസും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ആകാശ് ഉറങ്ങി എണീറ്റപ്പോ പെട്ടെന്ന് അവന് അത്ഭുതമുള്ള സമോസയുടെ കടയിൽ നിന്ന് ആ അത്ഭുതമുള്ള സമോസ കഴിക്കണമെന്ന് തോന്നി. ആകാശിന് പാരമ്പര്യമായിട്ട് കട്ടിലുണ്ടാക്കുന്ന പണിയായിരുന്നു. മോനെ, രാംപാൽ അദ്ദേഹത്തിന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. ആകാശ് കട്ടിലുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ ആകാശിനെ കൊണ്ട് ഒട്ടും പറ്റിയില്ല. അച്ഛാ, ഞാൻ സമോസ കഴിച്ചേച്ചു വരട്ടെ, ഇപ്പൊ തന്നെ വരാം. 2-3 ദിവസം ആകാശിന്റെ അച്ഛൻ അവനോടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ദിവസം ആകാശ് വെളുപ്പാങ്കാലത്ത് സമോസ കഴിക്കാൻ പോകുമ്പോ അവന്റെ അച്ഛൻ അവനെ അവിടെ തടഞ്ഞു. എന്തിനാ നീ ദിവസം സമൂസ കഴിക്കാൻ പോകുന്നത്? സമൂസ കഴിച്ച് നീ വെറുതെ വയറ് കേടാക്കുന്നു. ഇതിനു മുമ്പൊന്നും നീ ഇത്രയും സമൂസ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് നീ ഏതായാലും കഴിക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛാ, സമൂസ കഴിച്ചില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. പോകാതിരിക്കാൻ വേണ്ടി ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. പക്ഷെ എന്നിട്ടും ആകാശ് നിന്നില്ല. നാട്ടുകാരെ, എന്റെ മകന് ഭ്രാന്ത് പിടിച്ചു. അവനെ തടയാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. ആകാശിന്റെ അച്ഛനെ വേറൊരാള് പിടിച്ചു. എന്നിട്ട് അയാളെ വേറൊരാളും കൂടെ പിടിച്ചു. രണ്ടാമത്തെ ആളെ മൂന്നാമതും, മൂന്നാമത്തെ ആളെ നാലാമതും, അങ്ങനെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കി. ആകാശ് അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ പറിച്ചെടുത്തു. അങ്ങനെ ആ മനുഷ്യ ചങ്ങല അവിടെ തന്നെ വീണു. ആകാശ് അന്നും പോയിട്ട് സമോസ കഴിച്ചു. അടുത്ത ദിവസം ആകാശിന്റെ അച്ഛൻ വികാസിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോയി. വികാസ് മോനെ, ആകാശിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. മാർക്കറ്റില് അത്ഭുത സമൂസ എന്ന പേരുള്ള പുതിയ കട തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതു നേരവും ആ കടയിലെ സമൂസ കഴിക്കാനാ പോകുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അങ്കിൾ, ഞാനെല്ലാം നോക്കിക്കോളാം. അന്ന് രാത്രി അത്ഭുത സമോസയുടെ കടയിലെ ഉടമസ്ഥൻ കടയും പൂട്ടിയേച്ച് തിരിച്ചു വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ വികാസ് അയാളെ ഒരു ഭൂത കണ്ണാടി വെച്ച് നോക്കി. വികാസ് ആ കടയുടെ ഉടമസ്ഥന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അധികം താമസമൊന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആൾക്കാരും സമോസ കഴിക്കാൻ വരും. നമ്മളിനി വലിയ പണക്കാരാകും. വിഡ്ഢിയായ ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ കാര്യം അറിയത്തുമില്ലായിരുന്നു നിങ്ങൾ ഒരു കെമിസ്റ്റ് ആണ്. ആ സമൂസയില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അവർക്ക് ആ സമൂസ മാത്രം മതിയെന്നേ തോന്നുള്ളൂ. പതുക്കെ പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും എടുത്തിട്ട് അടിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വികാസ് കേട്ടു. അടുത്ത ദിവസം വികാസ് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ആ അത്ഭുത സമോസയുടെ കടയുടെ മുമ്പിലേക്ക് പോയി. എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവിടെ വന്നത്? ഈ കാര്യം ഞങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. മുഖിയ ചിറ്റപ്പ, ആദ്യം നിങ്ങൾ സമോസ കഴിക്ക്.
മുഖിയ ചിറ്റപ്പൻ ആ സമോസ കഴിച്ചു. ഇനിയും സമൂസ കഴിക്കണം എന്നാണ് എന്റെ മനസ്സ് എന്നോടിപ്പോ പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറയണം. നീ നിന്റെ സമോസയിൽ എന്താ ചേർക്കുന്നത്? എന്റെ സമോസയില് ഉരുളക്കിഴങ്ങും അതിന്റെ മസാല അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. സത്യം തുറന്നു പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ആ കടയുടെ ഉടമസ്ഥൻ പേടിച്ചുപോയി. എന്നിട്ട് ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ സമോസയില് മയക്കുമരുന്ന് ചേർക്കുന്നത്. എന്നാലേ ആൾക്കാരിൽ സമോസ കഴിക്കാനുള്ള ആഗ്രഹം കൂടൂ. എന്നിട്ട് അവര് എപ്പോഴും സമോസ കഴിക്കാൻ വേണ്ടി എന്റെ കടയിലേക്ക് വരും. വികാസ് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് അവിടെ എത്തി ആ കെമിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത്, പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾ എപ്പോഴും അധികം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. ഒരു ഗ്രാമത്തിൽ ബബ്ലു എന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു. ബബ്ലു ഒരു അനാഥയായിരുന്നു. അവൻ ഗ്രാമത്തിലെ ആട്, പശു, കാളയെല്ലാം മയക്കാൻ കൊണ്ടുവരുന്നു. അതിനു പകരം ഗ്രാമത്തിലെ എല്ലാവരും വീട്ടിലെ ആഘോഷത്തിന് വേണ്ടി അവനെ വീട്ടിൽ വിളിച്ച് ആഹാരവും മുട്ടായും കൊടുക്കുമായിരുന്നു. മധുരം കഴിച്ച ബബ്ലു ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. എന്നിട്ട് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ കാട്ടിനകത്തിരുന്ന് ഓടക്കുഴൽ വാഴിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തില് ബസന്ത് പഞ്ചമിയുടെ ആഘോഷമായിരുന്നു. ആ ദിവസം ബബ്ലുവിന് കഴിക്കാൻ ഒരുപാട് മിഠായി കിട്ടി. ബബ്ലു കാട്ടിനകത്തിരുന്ന് ആ മുട്ടായി കഴിക്കുമ്പോ ആ സമയത്ത് പ്രായമായ ഒരു മനുഷ്യൻ ബബ്ലുവിന്റെ അടുത്തെത്തി. മോനെ, 4 ദിവസമായിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ? ബബ്ലു കയ്യിലിരുന്ന പാതി മുട്ടായി ആ പ്രായമായ മനുഷ്യന് കൊടുത്തു. ആ പ്രായമായ മനുഷ്യൻ ആ മുട്ടായി കയ്യിലെടുത്തപ്പോ അയാള് വനത്തിലെ ഒരു ദൈവമായിട്ട് മാറി. നീ നല്ല കുട്ടിയാണ് ബബ്ലു. നീ കഴിക്കേണ്ടത് പോലും ആലോചിക്കാതെ അതിന്റെ പകുതി എനിക്ക് തന്നില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. നിനക്ക് ഞാൻ 4 സാധനങ്ങൾ തരാം. അത് നിന്റെ കഷ്ടകാല സമയത്ത് ഉപകാരപ്രദമായിരിക്കും. ആ ദൈവം ബബ്ലുവിന് 3 കൊട്ട കൊടുത്തു. ആദ്യത്തെ കൊട്ടയില് കാറ്റുണ്ട്, രണ്ടാമത്തെ കൊട്ടയില് വെള്ളമുണ്ട്, മൂന്നാമത്തെ കൊട്ടയില് തീയുണ്ട്. അങ്ങനെ പറഞ്ഞ് വനത്തിലെ ദൈവം അപ്രത്യക്ഷപ്പെട്ടു. അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോ 4 സാധനങ്ങളെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇതിപ്പോ 3 ഉള്ളൂ. ആ, കുഴപ്പമില്ല. കയ്യിലിരുന്ന ബാക്കി മധുരം ഒന്നും ബബുലിനെ കൊണ്ട് തിന്നു തീർക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിലത്തൊരു കുഴി കുഴിച്ചേച്ച് മുട്ടായി എല്ലാം അതിനകത്തിട്ടു. അടുത്ത ദിവസം ബബ്ലു തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തിയപ്പോ അയാള് ശ്രദ്ധിച്ചു നോക്കി. അയാള് കുഴിച്ചിട്ടിരുന്ന മിഠായിയുടെ സ്ഥലത്ത് മിഠായിയുടെ ഒരു മരം തന്നെ കിളിച്ചു വന്നിട്ടുണ്ട്. അതില് ഇഷ്ടപ്പെട്ട ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇത് ആ വനദേവൻ കൊടുത്തയച്ച വരമായിരിക്കുമോ? ബബ്ലു ആ മരത്തില് വലിഞ്ഞു കയറി. എന്നിട്ട് അവിടെ മിഠായി ഇരുന്നുകൊണ്ട് കഴിച്ചു. ആ സമയത്ത് ആ കാട്ടിൽ പ്രായമായ ഒരു യക്ഷി പോകുന്നുണ്ടായിരുന്നു. അവര് മരത്തിലിരിക്കുന്ന ബബ്ലുവിനെ കണ്ടു. കൊള്ളാമല്ലോ, ഇന്ന് കഴിക്കാൻ പറ്റിയ ഒരു സാധനത്തിനെയാ കിട്ടിയത്. എവനെ പിടിച്ച് ഞാൻ നല്ല മസാലയൊക്കെ ഇട്ടിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എവനെ മരത്തേന്ന് താഴെ ഇറക്കണം. പ്രായമായ ആ യക്ഷി നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നു. എന്നിട്ട് മിഠായിയുടെ മരത്തിന്റെ അടിയിൽ ചെന്നിട്ട് നേരെ ബബ്ലുവിനോട് പറഞ്ഞു, അല്ല ബബ്ലു മോനെ, മരത്തേൽ എന്തുമാത്രം മിഠായിയാണുള്ളത്? ഇതേന്ന് കുറച്ച് മിഠായി പറിച്ച് എനിക്കിടൊന്ന് തന്നാൽ എനിക്കും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ സ്വീറ്റ് താഴേക്കിടാം, നീ കഴിച്ചോട്ടോ. അല്ല മോനെ, നീ മിഠായി പറിച്ച് താഴോട്ട് എറിഞ്ഞാൽ ആ മിഠായി അഴുക്കായി പോവില്ലേ? അല്ല മോനെ, എന്റെ സാരിയെല്ലാം അഴുക്കാവില്ലേ? അതിന് നാറ്റം വരാൻ തുടങ്ങും. നീ താഴെ ഇറങ്ങി എനിക്ക് കുറച്ച് മിഠായി തന്നേനെ. ബബ്ലു പ്രായമായ യക്ഷയുടെ ചതിയും വഞ്ചനയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ മരത്തേന്ന് താഴോട്ട് ഇറങ്ങിയപ്പോ പ്രായമായ യക്ഷി അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ബബ്ലുവിനെ ഒരു ചാക്കിനകത്തിട്ട് അവരങ്ങ് കെട്ടി. ചാക്കിനകത്തിട്ട് കെട്ടിയ ബബ്ലുവിനെ തോളത്തും വെച്ച് അവര് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി.
നോക്ക് ചന്ത, നമുക്ക് ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ള ആഹാരം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നു. ആദ്യം അതിന്റെ കയ്യും കാലും കെട്ടി പിന്നെ അതിന്റെ പെടലി മുറിച്ചാ മതി. എന്നിട്ട് അതിനെ നല്ലോണം വേവിക്കണം, നല്ല മസാലയൊക്കെ ചേർത്തിട്ട്. ഞാനിപ്പോ കുളിച്ചേച്ചിങ് വരാം. പ്രായമായ ആ യക്ഷി കുളിക്കാൻ അവിടുന്ന് പോകുന്നു. ആ പെങ്കൊച്ച് ആ ചാക്ക് തുറക്കുമ്പോ അതിനകത്തിരിക്കുന്നത് ബബ്ലു എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കനായിരുന്നു. ബബ്ലുവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ പെങ്കൊച്ചിന് വിഷമം തോന്നി. രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം സംസാരിച്ചു. ഈ യക്ഷി എന്റെ ആരുമല്ല. ഒരുപാട് വർഷം മുമ്പേ ഇവര് ഗ്രാമത്തിൽ നിന്നും എന്റെ അമ്മയെ കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് എന്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചത്. ഈ യക്ഷി എന്റെ അമ്മയെ വലിച്ചു കയറി തിന്നു. എന്നിട്ട് എന്നെ ഇവിടെ ഒരു അടിമയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇവര് അവരുടെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. ബബ്ലുവും ചന്തയും കൂടെ ഒരുമിച്ച് യക്ഷിയുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കും. കുളിച്ച് വന്ന ആ യക്ഷി നോക്കിയപ്പോ അവിടെ ചന്തയും ബബ്ലുവും രണ്ടുപേരെയും കാണാനില്ല. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. യക്ഷി അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ചന്ത ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. ആ യക്ഷി നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടല്ലോ. ഇനി നമ്മൾ എന്തു ചെയ്യും? അപ്പോഴാണ് ബബ്ലുവിന് വനദേവത കൊടുത്ത് 3 കൊട്ട ഓർമ്മ വന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ പിശാചിനെ ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഓടിക്കാം. ബബ്ലു ഏറ്റവും ആദ്യം ചുഴലിക്കാറ്റുള്ള കൊട്ടയാണ് തുറക്കാൻ പോകുന്നത്. പക്ഷെ ഭയങ്കരമായ ആ ചുഴലിക്കാറ്റിന് മുമ്പിലും ആ യക്ഷി തോൽവി സമ്മതിച്ചില്ല. അവര് പിന്നെയും അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഇത് നിക്കണമാര് തോന്നുന്നില്ലല്ലോ. പിന്നെ ബബ്ലു കനത്ത മഴയുടെ കൊട്ടയാണ് അവരുടെ മുമ്പിൽ തുറക്കുന്നത്. ആ യക്ഷി നന്നായി പരിക്കേറ്റു. പക്ഷെ അവരിപ്പോഴും അവരുടെ പുറകിൽ തന്നെ ഓടുന്നുണ്ട്. ബബ്ലുവും ചന്തയും ഓടി ഓടി നേരെ ഗ്രാമത്തിൽ ചെന്ന് എത്തുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ അടുത്ത് വന്ന് അവരോട് ചോദിച്ചു, എന്താ കുട്ടികളെ, എന്താ ഓടിക്കൊണ്ടിരിക്കണേ? ആ വയസ്സി പിശാച് ഞങ്ങളെ രണ്ടുപേരെയും ഓടിച്ചിട്ടിരിക്കുവാണ്. ആ പിന്നെ ഞങ്ങളും അത് കണ്ടുകൊണ്ടാണ് പേടിച്ചോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? എന്താ ഇനിയിപ്പോ നമ്മൾ ആ പിശാചിനെ കൊന്നേ പറ്റൂ. ഗ്രാമത്തിലുള്ളവരെല്ലാം അതിനെ കണ്ട് പേടിച്ചോണ്ടിരിക്കുക. ഒരു പക്ഷെ നമ്മൾ അതിനെ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, അത് നമ്മളെ കൊല്ലുന്നാ തോന്നണേ. അവസാനം ബബ്ലു തീയുടെ കൊട്ടയാണ് തുറക്കുന്നത്. പ്രായമായ ആ യക്ഷി ആ തീയില് കരിഞ്ഞുപോയി. അപ്പോഴാണ് ഗ്രാമത്തിലെ മുഖിയ ആ സ്ഥലത്തെത്തുന്നത്. കുട്ടികളെ, നിങ്ങൾ നല്ലൊരു ജോലിയാ ചെയ്തത്. ആ പിശാചിന്റെ അടുത്തുനിന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചു. ഈ ഗ്രാമത്തിലുള്ള പശുക്കളെ എല്ലാം തിന്നു തീർത്തു. നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഞാൻ നല്ലൊരു വീട് തരുന്നതാണ്. ഗ്രാമത്തിലെ ആൾക്കാര് ബബ്ലു പിന്നെ ചന്തയുടെയും വിവാഹം നടത്തി കൊടുത്തു. പിന്നെ ബബ്ലുവും ചന്തയും ഒരുമിച്ച് താമസിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. മീർപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്നു പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീരെടുത്താലും എൻ്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീരെടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീരിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നീ എൻ്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി.
പിന്നെ എന്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിന്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബ അവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി രണ്ടുപേരും എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ? ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെയും വിളിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്ത് വിട്ട് തന്നെ പുറത്താക്കി കളയോ, മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ. തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, രണ്ടുപേരും ചേർന്ന ജഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. രണ്ടുപേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. രണ്ടുപേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മൾ അടിച്ചല്ലോ. അച്ഛാ, വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം. നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ 2 പേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടുപോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ 2 പേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരെ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഹാ, ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർ തലവനെ അറിഞ്ഞു പോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയേയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു.
പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പനീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ രണ്ടുപേരും എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 എണ്ണം അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കൊറേ നേരമായി നീ എന്റെ അടുത്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്ക്. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാര, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു, മിനി, രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ജയ്സൽമീർ എന്ന സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ സമീർ തന്റെ അമ്മയോടൊപ്പം ഒരു കുടിലിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അവന് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിനു ശേഷം അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാലം പോകുന്തോറും സമീർ മെല്ലെ മെല്ലെ വളരാനും തുടങ്ങി. സമീർ ഇപ്പോൾ 15 വയസ്സായ പയ്യനായതും, അമ്മേ, ഈ ലോകത്ത് നമുക്ക് വേറെ ആരുമില്ലേ? നമ്മളെ കാണാൻ ഒരു ബന്ധുക്കളും വരുന്നില്ല, ആരും നമ്മളെ വിളിക്കുന്നുമില്ല. മോനെ, ഇരിക്കാനായി ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊക്കെ വെറും പറയാൻ മാത്രം. എല്ലാവരും പറയുന്ന പോലെ സന്തോഷത്തിൽ എല്ലാവരും ഉണ്ടാകും, പക്ഷെ കഷ്ടത്തിൽ ആരും ഉണ്ടാകില്ല. അമ്മേ, എന്റെ എല്ലാ ഫ്രണ്ട്സും പറയും എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ലെന്ന്, നീ ഒരു അനാഥയാണെന്ന്. ഇല്ല മോനെ, നിനക്ക് വേണ്ടി ഞാനില്ലേ. നീ വിഷമിക്കണ്ട. നമുക്ക് നല്ല കാലം പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നീ അവർക്ക് തീർച്ചയായും മറുപടിയും പറയും. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. ചമ്പ വീടുകളിൽ പണിയെടുത്ത് 2 നേരത്തെ ഭക്ഷണമാണ് സമ്പാദിക്കുന്നത്. സമീർ ഇത് കണ്ട് ഒരുപാടധികം കഷ്ടപ്പെടും. പിന്നെ ഒരു ദിവസം അവൻ നദിക്കരയിലിരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൻ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരെ കണ്ടത്. അപ്പൊ അവനും ഈ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കണമെന്ന് കരുതി. അങ്കിൾ, എനിക്കും ഈ വഞ്ചി തുഴയണം, കുറച്ച് പണമുണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ വഞ്ചി വാങ്ങി തുഴയും മോനെ. അങ്കിൾ, ഈ വഞ്ചി വാങ്ങാൻ എത്ര രൂപ ചിലവ് വരും? ഒരുപാടൊന്നും ആകില്ല മോനെ, ഒരു 20,000 രൂപയാകും. നീ വാങ്ങ്. അങ്കിൾ, ഈ വില വളരെ കൂടുതലാണ്. ഇത്രയും പണം ഞാൻ എവിടെ നിന്നുണ്ടാക്കും? താങ്കൾ എന്നെ സഹായിക്കാമോ? താങ്കളുടെ വഞ്ചിയിൽ തന്നെ ഞാൻ കുറച്ചുനാൾ ജോലി ചെയ്യാം. അങ്ങനെ പണമൊക്കെ കൂട്ടിവെച്ച് ഞാൻ സ്വന്തമായി വഞ്ചി വാങ്ങാം. സമീർ ഇങ്ങനെ പറഞ്ഞതും ആ വഞ്ചി ഓടിക്കുന്ന ആൾ ഒരുപക്ഷെ സമീറിനെ പഠിപ്പിച്ചാൽ അവന്റെ വ്യാപാരത്തിന് നഷ്ടം വരുമെന്ന് കരുതി. അതുമല്ലാതെ അവനൊരു ചെറുപ്പക്കാരൻ,
അവൻ വളരെ പെട്ടെന്ന് പണിയെടുത്ത് ഒരുപാട് പൈസ സമ്പാദിക്കും. പിന്നെ എന്റെ വഞ്ചിയിൽ ആരും കയറില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ആ നീ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാ, നിനക്ക് തുഴയാൻ പറ്റില്ല. അതിന് ആദ്യം നീ നീന്തൽ പഠിക്കണം. അതുവരെ വേറെ ജോലി നോക്ക്. അതോടൊപ്പം വഞ്ചി വാങ്ങാനും ശേഖരിക്കേ. ശരി അങ്കിൾ. സമീർ അയാൾ പറയുന്നത് കേട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം തന്റെ ഫ്രണ്ട്സിനോട് എല്ലാ കാര്യവും പറഞ്ഞു. അവൻ തന്റെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. അവൻ തന്റെ കൂട്ടുകാരോട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്നും അന്വേഷിച്ചു. അപ്പൊ രൂപേഷ് എന്ന പയ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നോക്ക്, ഒരു ഈസിയായ ജോലിയുണ്ട്. വരുന്ന ടൂറിസ്റ്റുകളോട് ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ ജോലി നല്ല ഈസിയാണോ? അതെ, ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ ചേട്ടനും ഈ ജോലിയാണ് ചെയ്യുന്നത്. വാ, ചേട്ടന് ഞാൻ കാണിച്ചു തരാം. ജോലി മനസ്സിലാക്കി നീ അത് ചെയ്യ്. സമീർ ഉടനെ ചെന്ന് രൂപേഷിന്റെ ഫ്രണ്ടിനെ കണ്ടു. അവൻ ആ പയ്യൻ പറഞ്ഞുകൊടുത്ത ജോലി പഠിച്ച് അത് തന്നെ ചെയ്യാൻ തുടങ്ങി. സമീർ ജോലിക്ക് പോകുന്നത് കൊണ്ട് അവന്റെ വീട്ടിലെ അവസ്ഥയും ഇപ്പോൾ ഭേദമായി. പിന്നെ അവൻ അവന്റെ അച്ഛന്റെ വരണ്ടുപോയ ഭൂമിയിൽ അവന്റെ അമ്മയോടൊപ്പം ചേർന്ന് ധാന്യങ്ങളും വിതച്ചു. ഈ ജോലിയിൽ എന്നെയും കൂടെ കൂട്ടിയതിന് നിനക്ക് ഒരുപാട് നന്ദി. ഇതിലൂടെ എനിക്ക് എന്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, കൂട്ടുകാരെയൊക്കെ ജോലിക്ക് കയറ്റിയതിന് എന്തിനാ താങ്ക്സ് ഒക്കെ? താങ്ക്സ് ഒന്നും പറയണ്ട. മോനെ, ഇതാ അരിമാവ് കൊണ്ടുണ്ടാക്കിയ സമൂസ റെഡിയായി. കുറച്ചിത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. അതെ ആന്റി, അതെ, ഞാൻ പറയാം. രൂപേഷ് ചമ്പ ചെയ്ത സമൂസ കഴിച്ചു. ആ സമൂസ കഴിച്ചു കഴിഞ്ഞും അവൻ വിരലുകൾ നക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒരുപാട് തവണ ചോദിച്ചു വാങ്ങി സമൂസ കഴിച്ചു. അതോടൊപ്പം പറഞ്ഞു, ആന്റി, സമൂസ നല്ല രുചിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സമൂസ, അതും അരി കൊണ്ടുണ്ടാക്കിയത് കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, എന്റെ അമ്മയുടെ കയ്യിൽ മാജിക് ഉണ്ട്. ആന്റി, ഞാൻ പോയിട്ട് വരാം. ആന്റി എന്നും ഇനി ഇതുപോലുള്ള സമൂസ എനിക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. ശരി മോനെ, തീർച്ചയായും. പിന്നെ അടുത്ത ദിവസം അവൻ ജോലിക്ക് പോയപ്പോൾ അവിടെ ചുറ്റിക്കാണാൻ വന്ന ടൂറിസ്റ്റിന് ഒരുപാട് വിശന്നു. അവൻ സമീറിനോട് ഹോട്ടലിനെ കുറിച്ച് അന്വേഷിച്ചു. സമീർ അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ മുഴുവനും അരി കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അപ്പ ടൂറിസ്റ്റ് പറഞ്ഞു, ഹേ മാൻ, തനിക്ക് ഞങ്ങളെ നല്ല ഫുഡ് കിട്ടുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് അരി കൊണ്ടുള്ള സിമ്പിൾ ഫുഡാണ് കഴിക്കേണ്ടത്. സമീറിന് സമൂസയെ കുറിച്ച് ഓർമ്മ വന്നു. അവൻ ഉടനെ അമ്മയെ ഫോൺ വിളിച്ച് സമൂസയും ചട്നിയും തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. അമ്മേ, ഞാൻ 2-3 പേരെ വിളിച്ചുകൊണ്ട് വരാം. അമ്മ സമൂസ ഉണ്ടാക്കി വെക്കണം. സമീർ പറഞ്ഞതുപോലെ അവന്റെ അമ്മ അരിമാവ് കൊണ്ടുണ്ടാക്കിയ സമൂസ റെഡിയാക്കി. പിന്നെ അത് വളരെ ഭംഗിയായി തന്നെ റെഡിയാക്കുകയും ചെയ്തു. അപ്പോഴാണ് സമീർ ടൂറിസ്റ്റിനോടൊപ്പം അവിടേക്ക് വന്നത്. അവന്റെ അമ്മ അവർക്ക് സമൂസകൾ കൊടുത്തു. നീ ഞങ്ങളെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇരുന്ന് കഴിക്കാറേ ഇല്ല. സോറി സാർ, നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. ഇത് എന്റെ വീടാണ്. നിങ്ങൾ ഒരു തവണ എന്റെ അമ്മയുണ്ടാക്കിയ സമൂസ കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഏറ്റു. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തരേണ്ട ആവശ്യവുമില്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ ഇത് കഴിക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സമീറും ചമ്പയും പറഞ്ഞത് കേട്ട് ആ ടൂറിസ്റ്റ് സമൂസകൾ കഴിച്ചു. പിന്നെ ആ സമൂസകൾ ആ പ്ലേറ്റിലുണ്ടായിരുന്ന 2 ചട്നിയോടൊപ്പവും കഴിച്ചു. അത് കഴിച്ചതും അവർ വളരെ സന്തോഷപ്പെട്ടു. അവർ വീണ്ടും ഒരുപാട് സമൂസകൾ കഴിച്ചു. വാവ്, വാട്ട് ആൻ ഓസം സമൂസ. യാ, ഡെഫിനറ്റ്ലി, നീ പറഞ്ഞത് സത്യമാണ്. അവർ സമൂസകൾ കഴിച്ച് അവരെ അഭിനന്ദിച്ചു. പിന്നെ സമൂസയ്ക്കായ ചിലവിനേക്കാളും ഒരുപാട് പൈസ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു സമൂസ കട ഉണ്ടാക്കൂ. നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ടാക്കാം. ഉറപ്പായും സാർ, ഉറപ്പായും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ആ ടൂറിസ്റ്റ് പറഞ്ഞത് മനസ്സിൽ ചിന്തിച്ച് സമീറിന്റെ അമ്മയും ചേർന്ന് ഒരു സമൂസ വ്യാപാരം തുടങ്ങി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കട ഫേമസ് ആവുകയും ചെയ്തു. അവിടെ ചുറ്റുമുള്ളവർക്കും പിന്നെ ടൂറിസ്റ്റിന് പോലും അവരുടെ സമൂസ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മേ, അമ്മ ഡിസൈൻ ചെയ്ത ആ റിംഗ് റോൾ സമൂസ ഒരുപാട് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ പുതിയ ഡിസൈൻസിൽ സമൂസ ഉണ്ടാക്കൂ. ഇത് കാരണം ജനങ്ങൾ നമ്മുടെ കടയിൽ വന്ന് ഒരുപാട് കഴിക്കും. സമീർ പറഞ്ഞതുകൊണ്ട് അവന്റെ അമ്മ ഒരുപാട് ഡിസൈനുകൾ സമൂസ ചെയ്യാൻ തുടങ്ങി.
അതുകൊണ്ട് അതിന് വളരെ ഡിമാൻഡും കൂടിയിരുന്നു. അതുണ്ടാക്കാൻ വേണ്ടി അവർ ഒരുപാട് പേരെ പണിക്കും നിർത്തി. ഇപ്പൊ അവരുടെ സമോസ വളരെ ദൂരങ്ങൾക്ക് പോലും പോകുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഒരുപാട് വരുമാനവും കിട്ടി തുടങ്ങി. ഇത് അറിഞ്ഞുകൊണ്ട് മീഡിയക്കാരും വന്ന് അവരുടെ ഇന്റർവ്യൂ എടുത്തു. അതുകൊണ്ട് അവർ നാട് മൊത്തം വളരെ ഫേമസ് ആയി. ഇത് കണ്ട് അവരുടെ ബന്ധുക്കൾ പോലും അവരുടെ ബന്ധം കൂടാൻ വന്നു. സമീർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാവരോടൊപ്പവും ഒരുമിച്ചു. പാഠം: സുഖത്തിൽ എല്ലാവരും ഉണ്ടാകും, പക്ഷെ ദുഃഖത്തിൽ ആരും ഉണ്ടാകില്ല.